മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ്, അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻസ്, എനർജീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഇന്ന് റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുവെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, ലെറ്റ്സ് സീ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. അവർക്കിപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു സമയത്ത്, അവർ നിങ്ങളോട് ഷെയർ ചെയ്യാൻ എന്തായിരിക്കാം ആഗ്രഹിക്കുന്നത്. ആൻഡ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. Current feelings of your person. Okay. You are a better person than I am എന്നുള്ളത് അവർക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങളുടെ പേരിൽ കുറേ അധികം റിഗ്രറ്റ് ഉണ്ടാകുന്നതായിട്ടാണ്. അവർ എന്താണ്, നിങ്ങളെയും അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളാണ് ബെറ്റർ പേഴ്സൺ എന്ന് അവർ സമ്മതിക്കുകയാണ്. അത്രത്തോളം തെറ്റുകൾ ആ വ്യക്തിയുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ദുഃഖിക്കുന്നുണ്ട്, ഒരുപോലെ നിങ്ങൾ രണ്ടുപേരും മാനസികമായിട്ടൊക്കെ തകർന്നിരിക്കുന്നുണ്ട്. സെയിം ഫീലിങ്സ് ആണ് കാണുന്നത്. ആൻഡ് ഐ ഫീൽ ലൈക്ക് യു ഡിഡൻറ്റ് കെയർ. ഓക്കെ, നിങ്ങളും കുറച്ച് അവരെ ഒന്ന് കെയർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ആ വ്യക്തി പറയുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അവർ തന്നെ ചിലപ്പോൾ കുറേ നാളായി സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം. അവരുടെ ആ ഒരു ഈഗോ പ്രോബ്ലംസ് കൊണ്ട് അവർ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ തെറ്റ് സമ്മതിക്കാനായിട്ട് ഒരുപാട് വൈകി പോയിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ ഇത്രയും നാളായപ്പോഴത്തേക്കും അവർക്ക് ഇനി മറ്റൊരു മാർഗമില്ല. പക്ഷേ അതിനോടകം ഈ ഒരു സമയം അവർ നഷ്ടപ്പെടുത്തി എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. ആൻഡ് ഈ ഒരു സിറ്റുവേഷനിൽ അവരാകെ തന്നെ തളർന്നിരിക്കുകയാണ്. അവർക്ക് ഇനി മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത്, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്ന് പോലും അറിയുന്നുണ്ടാവില്ല. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നല്ല കുറേ കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. ചില സമയത്ത് അവരുടെ ജീവിതം തന്നെ അവർക്ക് കൈവിട്ട് പോയതുപോലെ അല്ലെങ്കിൽ ശൂന്യത പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അവർ മെയിൻ ആയിട്ടുള്ള റീസൺ പറയുന്നത് നിങ്ങളുടെ കെയർ ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ചതിൻ്റെ കാരണം പറയുന്നത് അവർക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ലൈഫിൽ പെട്ടെന്ന് ഉണ്ടായി, അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് മറ്റെന്തൊക്കെയോ ചില കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആകേണ്ടി വന്നു. അതിൻ്റെ പേരിൽ അവർ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയതാണ്. അവരുടെ സാഹചര്യം എന്താണെന്നുള്ളത് അവർ വ്യക്തമാക്കുകയാണ്. ആൻഡ് അതുപോലെ തന്നെ കുറച്ചധികം ഈഗോ പ്രോബ്ലംസ് ആ വ്യക്തിക്കുണ്ട്. ആൻഡ് അവരുടെ ഈ ഒരു കണക്ഷനിൽ പലപ്പോഴും പ്രശ്നമായിട്ടിരിക്കുന്നത് ഈഗോ ഇഷ്യൂസ് ആണെന്നുള്ളത് അവർ പറയുന്നുണ്ട്. മേ ബി അത് അവരുടെ തന്നെ ഭാഗത്തുള്ള ഒരു പ്രശ്നമായിരിക്കാം. പക്ഷേ ഇത്രയും ഡിസ്റ്റൻസിലാണെങ്കിലും എപ്പോഴും അവർക്ക് നിങ്ങളുമായിട്ടൊരു ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ ഉള്ളതായിട്ടൊരു സോൾ ടൈ ഉള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ദി സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ഡ്രെയിനിങ് മീ. ഒരു സാഹചര്യം കൊണ്ടുണ്ടായ സ്ട്രെസ് എന്ന് പറയുന്നത് അവരെ തകർത്തിട്ടിരിക്കുകയാണ്. അവരിങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് പോലും ചെയ്യാൻ അറിയാത്തതായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ്, ആ ഒരു ഫീലിങ്സിലാണ് അവരുള്ളത്. അതുകൊണ്ട് അവരുടെ തെറ്റുകൾക്കെല്ലാം നിങ്ങൾ മാപ്പ് കൊടുക്കണമെന്നവർ ആഗ്രഹിക്കുകയാണ്. അവർ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ കഷ്ടപ്പെടുന്നുണ്ട്. അതായത് പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർത്തിട്ട് തന്നെയാണ് അവർ ഒരുപാട് വിഷമിക്കുന്നത്. നിങ്ങളോട് പറയാനായിട്ട് ഇനി കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട്. ഒരുപാട് സീക്രട്സ് അവരുടെ ലൈഫിലുണ്ട്. അവർ ഹൈഡ് ചെയ്തിരുന്ന പല കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പല കാര്യങ്ങളും നല്ല എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറഞ്ഞ് ആ ഒരു ഫർഗീവ്നെസ് അവർക്ക് കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഒരുപാടായിട്ടുള്ള ലവ് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഡീപ്പായിട്ട് അവർ നിങ്ങളെക്കുറിച്ച് ഡേ ആൻഡ് നൈറ്റ് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു കോൺവെർസേഷൻ എപ്പോഴും അവരുടെ മനസ്സിൽ ഓർമ്മകളായിട്ട് വരുന്നുണ്ട്. എപ്പോഴും നിങ്ങളെ
നിങ്ങളുടെ ആ ഒരു സ്വരം കേൾക്കാൻ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളെ കോൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത്രത്തോളം ആ ഒരു മിസ് ഫീലിങ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്സ് യു. ഓക്കെ, ഒരു ശരിയായ തീരുമാനം എടുക്കാൻ കഴിയാത്തത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്നുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു സംഭവമായിട്ടുണ്ട്. അതായത് ഇപ്പോൾ അവർക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്, അവരുടെ തന്നെ തെറ്റായൊരു തീരുമാനം അല്ലെങ്കിൽ അനുകൂലമായ തീരുമാനം എടുക്കാതിരുന്നൊരു സിറ്റുവേഷനാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയത്. അവരെ തന്നെ ഇല്ലാണ്ടാക്കിയ പോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. ഓക്കെ, ഒരുപാട് കള്ളങ്ങൾ ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ഒരു ഒരു ജസ്റ്റിസ് അവർക്ക് നൽകാനായിട്ട് അവർക്ക് കഴിയാതെ പോയി എന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ അവർക്ക് ടോട്ടലി ഒരു റിഗ്രറ്റ് ഫീലിങ്സ് ആണ് കാണിക്കുന്നത്. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നവർ ചിന്തിക്കുകയാണ്. ഈ ഒരു സെപ്പറേഷൻ ആയിക്കോട്ടെ, നിങ്ങളോട് വഴക്കിട്ടതായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ചതായിക്കോട്ടെ, അതൊന്നും തന്നെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് ഒരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ അവർ ഗോസിപ്പുകളെയൊക്കെ ഭയപ്പെട്ടിരുന്നൊരു വ്യക്തിയാണ്. അതായത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുറച്ചധികം പ്രോബ്ലംസ് ഉണ്ടായിരുന്നപ്പോൾ അത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിച്ചിട്ട് അവർ നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസിൽ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് വ്യക്തികളുമുണ്ട്, അങ്ങനെ എനർജീസ് കാണിക്കുന്നുണ്ട്. ആൻഡ് പലപ്പോഴും അവർ പൂർണ്ണമായിട്ട് അവർ എക്സ്പ്രസീവ് ആയിട്ടില്ല. അവരുടെ ലൈഫിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം ഒന്നും സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും എത്തില്ലായിരുന്നു. പക്ഷെ അത് അവരുടെ ഭാഗത്ത് തന്നെ ഉണ്ടായ തെറ്റാണ്. ശരിക്കുള്ള പ്രണയം പോലും അവർ തുറന്നു പറഞ്ഞിട്ടില്ല, നിങ്ങളോട് അത്രയും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. ആൻഡ് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. പക്ഷേ വാട്ട് എവർ മേ ബി ദ സിറ്റുവേഷൻ, അവർ ഈ ഒരു കണക്ഷൻ ഫിക്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. ആൻഡ് ഐ ഫെൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. നിങ്ങൾ എന്താണോ അവരെന്ന് എക്സ്പെക്റ്റ് ചെയ്തത് അതൊന്നും തരാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ടായില്ല. നിങ്ങൾ എന്തൊക്കെയാണോ അവരെ നിങ്ങൾ പ്രണയിച്ചത്ര പോലും അവർക്ക് നിങ്ങളോട് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എപ്പോഴും നിങ്ങളെ അവഗണിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു പരാജയം സംഭവിച്ചത് അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരു പ്രണയത്തിൽ ഇപ്പോഴും അവർക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും അവർ പൂർണ്ണമായിട്ടും അത് ഉപേക്ഷിച്ചിട്ടില്ല. അവർക്കിപ്പോഴും നിങ്ങളെ തിരിച്ച് കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. തേർഡ് പാർട്ടിയായിട്ട് കാണുന്നത് ചില വ്യക്തികൾ തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകളായിരിക്കാം. നിങ്ങൾക്കും അവർക്കും ഇടയിലുണ്ടായ മിസ്അണ്ടർസ്റ്റാൻഡിങ്സും തേർഡ് പാർട്ടിയായിട്ട് കാണുന്നുണ്ട്. ആൻഡ് യെസ്, ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് വളരെ സ്പെഷ്യലാണ്. റീയൂണിയൻ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഒരു റീയൂണിയനാണ് ഫൈനൽ കാർഡായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ഒന്നിച്ച് ചേരും, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികളാണ്, വിധിക്കപ്പെട്ട വ്യക്തികളാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ജെന്യൂൻ ആയിട്ടുള്ള പേഴ്സണെ തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾ ഹെൽത്തി റിലേഷൻഷിപ്പാണെന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പേഴ്സണാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ പേഴ്സണെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.